വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വിവാദങ്ങൾ ഒരുപാടുണ്ടായി. ഒരു 1.5 മാസം 2 മാസമായിട്ടേ ഉള്ളൂ. എങ്കിലും നിരവധി വിവാദങ്ങളുണ്ടായി. ഇതിൻ്റെ ഒക്കെ കാരണം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? സാധാരണഗതിയിൽ പ്രതിപക്ഷത്തു നിന്നാണ് ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്, പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നേരെ മറിച്ച് പ്രതിപക്ഷം കാര്യമായിട്ടൊന്നും പ്രതിഷേധിക്കുന്നില്ല. പകരം പാർട്ടിയിൽ നിന്ന് തന്നെ പലരും വി.ഡി. സതീശൻ്റെ തീരുമാനങ്ങളെ അതിനെതിരായിട്ട് രംഗത്ത് വരുന്നു. ഒരു ദിവസം വി.ഡി. സതീശൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അതിനെതിരായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പലരും പ്രമുഖ നേതാക്കളാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് വി.ഡിക്കെതിരെ നേരത്തെ മുഖ്യമന്ത്രി ആയതിലും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വിവാദം ഇങ്ങനെ പടർന്നിരിക്കുന്നല്ലോ. അപ്പം അതുകൊണ്ട് വി.ഡിക്കെതിരെ ഇപ്പോഴും പാർട്ടിയിൽ തന്നെ പടയൊരുക്കം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ചയും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേര് പറയുന്നത് ഇപ്പോൾ വി.ഡിക്ക് എതിരായിട്ട് വരുന്നത് കെ.സിയുടെ പേരായിരിക്കും, അല്ലെങ്കിൽ ആർ.സിയുടെ പേരായിരിക്കും. ആർ.സി ഇപ്പം സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കെ.സി തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു രീതിയിലുള്ള സംസാരവും വരുന്നുണ്ട്. പക്ഷേ കെ.സി അല്ല ഇതിന്റെ പിന്നിൽ. അല്ല, കെ.സി അപ്പോഴും പറയുമ്പോഴും കെ.സി പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ്, അപ്പോൾ അതിനനുസരിച്ച് സർക്കാർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൽ കെ.സിക്ക് എതിരെ ബി.ഡിക്കെതിരെ നിൽക്കുന്നു എന്ന് തോന്നുന്നില്ല. എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പല കളികളും നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പുതിയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം കെ.സി ആണ് വി.ഡിക്കെതിരെ പടയൊരുക്കം നടത്തുന്നത്. പല പ്രസ്താവനകളും പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും വരുന്ന വി.ഡിക്കെതിരെ വരുന്ന പ്രചരണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ കെ.സി ആണ് അതിന്റെ പിന്നിൽ എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ വന്ന കെ.എസ്.യു വിവാദം, അതായത് ഗവൺമെന്റ് പ്ലീഡറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും കെ.എസ്.യുടെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതിന് പിന്നിലും അലോഷ്യസ് മാത്രം രംഗത്ത് വന്നു. അതിൽ തന്നെ വി.ഡി ഭാഗത്തുനിന്ന് വേറെ ആൾക്കാർ കെ.എസ്.യുവിലുള്ളവർ തന്നെ രണ്ട് ചേരിയായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. രണ്ട് ഭാഗങ്ങളായിട്ട് കെ.എസ്.യു രണ്ട് പാർട്ടായിട്ട് മാറി. അപ്പൊ അതിലൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ പിന്നിൽ അലോഷ്യസ് സേവ്യറിന് പിന്നിൽ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അതും പറഞ്ഞു നിൽക്കുന്നത് കെ.സി ആണെന്നുള്ളൊരു സംസാരം പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലാവുന്നു. കാരണം ഇതിന്റെ പിന്നിൽ പുറത്തു നിന്നുള്ള ആരോ, അതായത് കോൺഗ്രസിലില്ലാത്ത ആരോ കെ.സിയും വി.ഡിയും തമ്മിൽ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കളി കളിക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതാണ് ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണോ, മാധ്യമ സൃഷ്ടിയാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ എല്ലാ വിഷയങ്ങളിലും അല്ലെങ്കിൽ പല വിഷയങ്ങളും സർക്കാർ എടുക്കുന്ന നിലപാടുകളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എടുക്കുന്ന നിലപാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നിലപാട് കെ.സി വേണുഗോപാൽ എടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിമർശനാത്മകമായി സർക്കാരിനെ വിമർശിക്കുക തന്നെ വേണം. അതിന്റെ അകത്ത് യാതൊരു എതിർ അഭിപ്രായവും എനിക്കില്ല. സർക്കാർ തെറ്റായ ദിശയിലാണ് പോകുന്നതെങ്കിൽ പ്രതിപക്ഷം വിമർശിക്കുന്നത് പോലെ ഭരണപക്ഷത്തിന് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. മറുവശത്ത് പല വിഷയങ്ങളും മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ കെ.സി എടുത്തൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് വി.ഡി. സതീശന് അനുകൂലമായിട്ടായിരുന്നില്ല. PM-ശ്രീയിൽ പല വിഷയങ്ങളിലും അദ്ദേഹം മറ്റൊരു നിലപാടാണ് എടുത്തത്. പക്ഷെ അദ്ദേഹം അപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയത് കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നു. അത്തരമൊരു നിലപാട് വെച്ച് സംസാരിക്കുന്നതിൽ തെറ്റുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അത്തരമൊരു നിലപാടാണ് കെ.സി വേണുഗോപാൽ സംസാരിക്കുന്നതെങ്കിൽ അത് ശരി തന്നെയാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞ കെ.സിയുമായി ബന്ധപ്പെട്ട വിഷയം, അവിടെ കെ.സിയുമായി പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല കെ.സിയുടെ ഒരു ഏറ്റവും അവസാനത്തെ സംഭവം വിഴിഞ്ഞത്തെ സംഭവം നടന്നപ്പോഴും PM-ശ്രീ സംഭവം വന്നപ്പോഴൊക്കെ ഈ മുതിർന്ന ഒന്ന് സുധീരൻ രംഗത്ത് മറ്റേ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ വന്നപ്പോഴൊക്കെ VM സുധീരൻ വന്നു, കെ.സി വേണുഗോപാൽ വന്നു, അങ്ങനെയുള്ള എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു. അല്ല, അത് ശരിയാണ്, പല നേതാക്കളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അഭിപ്രായങ്ങൾ ആർക്കും പറയാൻ, വിമർശിക്കാം, ഇതൊന്നും തെറ്റല്ല. പക്ഷെ എല്ലാ വിമർശനങ്ങളും അല്ലെങ്കിൽ എല്ലാവർക്കും പിന്നിലും കെ.സി ആണോ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ പുറത്തു നിന്നാണ്, കോൺഗ്രസിന്റെ അകത്തു നിന്നല്ല എന്നുള്ള ഒരു വിമർശനം ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ കോൺഗ്രസിന്റെ അകത്തു നിന്നായിരിക്കണം എന്നേ പറയുന്നുള്ളൂ. എന്നാൽ എല്ലാവർക്കും പിന്നിലും കെ.സി ആണോ എന്നൊരു ചോദ്യമുണ്ട്. അത് അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എല്ലാ വിഷയത്തിലും കെ.സി ആണോ ഇടപെടൽ നടത്തുന്നത് എന്ന് നമുക്കറിയില്ല. അത് ക്ലാരിറ്റി വരേണ്ട കാര്യമാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഉണ്ടായ ഗവൺമെന്റ് പ്ലീഡറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ.എസ്.യുവും വി.ഡി. സതീശനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കെ.എസ്.യുവും തമ്മിലൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ അകത്ത് പ്രധാനമായി പറയേണ്ട കാര്യം, വി.ഡി. സതീശൻ കെ.എസ്.യു ന്റെ നിലപാട് എന്തായിരുന്നു, വി.ഡി. സതീശന്റെ നിലപാട് എന്തായിരുന്നു നോക്കുമ്പോൾ, വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ.എസ്.യുവിനെ അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയോട് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അപമാനിച്ച് സംസാരിച്ചത് ശരിയായിട്ടില്ല.
പിന്നെ രണ്ടാമത്തെ കാര്യം, അലോഷ്യസിനെ കണ്ട ദിവസം ചിരിക്കാതെയോ കൈ കൊടുക്കാതെയോ പോയത് അതും ശരിയായിട്ടില്ല. ഇത് രണ്ടുമാണ് അവിടെ പ്രധാനമായി എടുത്തു പറയേണ്ടത്. മറുവശത്ത് KSU മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അലോഷ്യസ് സേവർ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യം KPCC അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം ഒരു വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകണ്ടായിരുന്നു. അതാണ് KSUവിന്റെ ഭാഗത്തു നിന്ന് ഒന്ന് തെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ തൊട്ട് ഇപ്പുറത്ത് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ മുബാസ് അടക്കമുള്ളവർ വന്നിട്ട് പറയുന്നു ചില സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ ചില ആളുകൾക്ക് വേണ്ടിയാണ്, ഇൻഡയറക്ട്ലി മുബാസ് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് വേണ്ടിയാണ്, ഡയറക്റ്റ് ആയിട്ട് അതല്ല പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും ചില ആളുകൾക്ക് വേണ്ടിയാണ് അലോഷ്യ സംസാരിക്കുന്നത്, KSUവിന്റെ നിലപാടല്ല. അപ്പോൾ പാർട്ടിയിൽ VD സതീശൻ എന്നൊരു ഗ്രൂപ്പും അല്ലെങ്കിൽ VD സതീശൻ എന്നൊരാളും മറുവശത്ത് ചില ആളുകൾ അല്ലെങ്കിൽ വേറൊരാൾ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് KC ആണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അത് ചിലപ്പോൾ KC ആകാം, KC അല്ലാതിരിക്കാം. എന്നാൽ പല വിഷയങ്ങളിലും സർക്കാരിനെ വിമർശിക്കുന്ന നിലപാട് തന്നെയാണ് KC എടുത്തിട്ടുള്ളത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതിപ്പോ നമുക്ക് അതിന്റെ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആക്കാത്തതിന്റെ ദേഷ്യത്തിൽ KC എല്ലാത്തിനെയും വിമർശിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല നിലപാടുകളിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നു. രണ്ടാമത്തതാണെങ്കിൽ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, വിമർശിക്കുക തന്നെ വേണം. പിന്നെ KC വേണുഗോപാൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം അല്ലെങ്കിൽ ശരിയുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുകയും വേണം. പിന്നെയുള്ളൊരു വിഷയം, പല ആളുകളും KCയുടെ നോമിനി അല്ലെങ്കിൽ KCയുടെ ആളുകളാണ് മന്ത്രിസഭയിലുള്ളവർ. അവരെല്ലാവരും KCക്ക് അനുകൂലമായ നിലപാടല്ല എടുക്കുന്നത്. പല വിഷയങ്ങളിൽ പല ആളുകളും സംസാരിക്കുമ്പോൾ പറയുന്നത് ഇയാൾ KC ഗ്രൂപ്പിനൊപ്പമാണ്, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ നിലപാടെടുത്തു. അവരെന്തുകൊണ്ട് അവരെ ആ നിലപാടിലേക്ക് എത്തിച്ചു എന്നുള്ളത് സംസാരിക്കാതെ KCക്കൊപ്പം ആയതുകൊണ്ട് ചിലപ്പോൾ ചില വിഷയങ്ങൾ KC അറിയുക പോലുമില്ല, അവരവരുടെ അഭിപ്രായം പറയുന്നതായിരിക്കാം. എന്നാൽ മന്ത്രിസഭയിൽ KCക്ക് വേണ്ടപ്പെട്ട KCയുടെ വിശ്വസ്തർ പോലും പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ അനുകൂലമായിട്ടൊരു നിലപാടാണ് എടുത്തത്. അപ്പൊ ആ ഒരു നിലപാട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ KCയെ ഉൾപ്പെടുത്താത്തത്? അല്ലെങ്കിൽ അവിടെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അത് KCയുടെ പേരിൽ പറയുന്നില്ല. ഇപ്പോൾ നെഗറ്റീവായി പറയുന്ന ഏതെങ്കിലും ഒക്കെ നേതാക്കളുടെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു നേതാവ് ഒന്നിൽ കൂടുതൽ തവണ ഓരോ വിഷയത്തിലും വിമർശിച്ചു പറഞ്ഞു KCയുടെ ആളായതുകൊണ്ടാണ്, KCയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ KCക്ക് വേണ്ടി സംസാരിക്കുന്നവർ മറുവശത്ത് VD സതീശന് വേണ്ടി സംസാരിക്കുന്നവരെ തിരിച്ചും പറയാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ തമ്മിത്തല്ല് മാത്രമേ ഉണ്ടാകൂ. പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടാണോ പറയുന്നത് സൈബർ ആക്രമണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്, അത് ഒരു പരിധിവരെ സത്യമാണ്. KC വേണുഗോപാലിനെതിരെ വലിയ ശക്തമായ സൈബർ അറ്റാക്ക് അത് കോൺഗ്രസിന്റെ അകത്തു നിന്നല്ല പുറത്തു നിന്നാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോ പ്രവീൺ കുമാർ അടക്കമുള്ളവർ കേസ് നൽകി കൊടുത്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കുക തന്നെ വേണം. പിന്നെ തെറ്റായ രീതിയിൽ അപ്പൊ ഇതിൽ പറയുന്നത് 5 അക്കൗണ്ടുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ പ്രചരണം നടക്കുന്നത്, പിന്നെ പോസ്റ്റുകളൊക്കെ വരുന്നത്. അതിൽ 4 അക്കൗണ്ടും കോൺഗ്രസിന്റെ വ്യാജ പേരിൽ കോൺഗ്രസിന്റേതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വ്യാജ പേരുകളിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം കൂടി ഇതിനെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ KC വേണുഗോപാലിനെ മോശക്കാരനായി ചിത്രീകരിക്കാനും പാർട്ടിക്ക് അകത്തൊരു ഭിന്നിപ്പുണ്ടാക്കാനും ആര് ശ്രമിച്ചാലും അത് ശരിയല്ല. അത് പാർട്ടിക്ക് അകത്തു നിന്നാലും ശരിയല്ല, പുറത്തു നിന്നാലും ശരിയല്ല. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കയ്യിലാണ്. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ എത്രയും വേഗം ഇതിലൊരു നടപടിയെടുത്ത് അതെന്താണെന്ന് അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുക. KC വേണുഗോപാൽ ഒരു കളിയും കളിക്കുന്നില്ല എങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കുക. കാരണം കോൺഗ്രസിൽ വലിയ തർക്കമുണ്ട് എന്നുള്ള ഒരു നറേഷൻ ജനങ്ങൾക്ക് ഇടയിൽ തന്നെ ഉണ്ട്. കാര്യം പല വിഷയങ്ങളിലും അവരെടുക്കുന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു നറേഷൻ തെറ്റാണ് എങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കുക. മറിച്ച് പാർട്ടിക്ക് അകത്താണെങ്കിൽ പോലും അത് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക. പഴയ തമ്മിത്തല്ലുന്ന കോൺഗ്രസിനെ വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്. എവിടെയോ അല്ലെങ്കിൽ ഐക്യമില്ലാതിരുന്ന കോൺഗ്രസിൽ ഐക്യം കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് ഇവർ അധികാരത്തിലെത്തിയത്. പിന്നെ കോൺഗ്രസിന്റെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ പല തീരുമാനങ്ങളും ജനങ്ങൾക്ക് ഭയങ്കര ആവേശത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. കാരണം MP-മാർക്ക് സീറ്റ് വേണ്ട എന്നുള്ള കാര്യവും, അതായത് MLA-മാരാവണ്ട എന്നുള്ള രീതിയിലും, പിന്നെ മുഖ്യമന്ത്രി ജനകീയനായാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യമായിരുന്നു അതും അതുപോലെ പരിഗണിച്ചു. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിൽക്കുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ കുറച്ചു കാലമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സംഭവത്തിലും പുതിയൊരു ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം കോൺഗ്രസിലുണ്ട് ഇല്ലെങ്കിൽ അതില്ല എന്നുള്ളത് കാരണം ജനങ്ങളെ അറിയിക്കേണ്ടതിന്റെ പ്രധാന ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കുണ്ട്. ഇത് അന്വേഷണം നടത്തിയിട്ട് ആഭ്യന്തരമന്ത്രി പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം നൽകുമെന്നാണ് കരുതുന്നത്.